ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇതോടൊപ്പമുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തതിനു ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് അമർത്തിയേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ക്ലാസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. ഇന്ന് നവംബർ 6-നും നവംബർ 13-നും നടക്കുന്ന PSC എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട PSC എക്സാമുമായിട്ട് ബന്ധപ്പെട്ട IT ആൻഡ് സൈബർ ലോയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഈ വീഡിയോ അവസാന ഭാഗം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. PSC പരീക്ഷകൾക്ക് ഇതുവരെ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിലും കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ എത്ര തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്? ആദ്യത്തേതാണ് ബേസ്ഡ് ഓൺ സിഗ്നൽസ്. അത് റിസീവ് ചെയ്യുന്ന സിഗ്നൽസിന്റെ ബേസിൽ കമ്പ്യൂട്ടറിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് അനലോഗ് കമ്പ്യൂട്ടർ. ഫസ്റ്റ് ആണ് അനലോഗ് കമ്പ്യൂട്ടേഴ്സ്. ഡീൽസ് വിത്ത് ക്വാണ്ടിറ്റീസ് ദാറ്റ് വേരി കണ്ടിന്യൂസ്ലി. അതായത് അതിനകത്ത് റിസീവ് ചെയ്യുന്ന സിഗ്നലിന്റെ ആ ഒരു വേരിയേഷൻ അത് വെച്ചിട്ടുള്ള കമ്പ്യൂട്ടറാണ് അനലോഗ് കമ്പ്യൂട്ടർ. ഇറ്റ് ജനറലി ഡീൽസ് വിത്ത് ഫിസിക്കൽ വേരിയബിൾസ് സച്ച് ആസ് വോൾട്ടേജ്, പ്രഷർ എക്സെട്ര. അതായത് വോൾട്ടേജിന്റെയും പ്രഷറിന്റെയും ഒക്കെ വേരിയേഷൻ അനുസരിച്ച് ഇതിനകത്ത് വ്യത്യാസം ഉണ്ടാകാം. അതായത് സ്പീഡോമീറ്റർ, സീസ്മോഗ്രാഫ്, ഭൂകമ്പം ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള സീസ്മോഗ്രാഫ്, നമ്മൾ വാഹനങ്ങളിലൊക്കെ ഘടിപ്പിച്ചേക്കുന്ന സ്പീഡോമീറ്റർ, ഇതൊക്കെ ഏകദേശം ഒരു അനലോഗ് കമ്പ്യൂട്ടറിന്റെ പതിപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. അടുത്തതാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ. ഓപ്പറേറ്റ്സ് ഓൺ ഡിജിറ്റൽ ഡേറ്റ. ഡിജിറ്റൽ ഡേറ്റയുടെ ബേസിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് ആണ് ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സ്. യൂസസ് ബൈനറി നമ്പർ സിസ്റ്റം. ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടറുകൾ യൂസ് ചെയ്തിരിക്കുന്നത് ബൈനറി നമ്പർ സിസ്റ്റം ആണ്. സൂപ്പർ കമ്പ്യൂട്ടർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ. ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് സൂപ്പർ കമ്പ്യൂട്ടർ. വേൾഡ് ഫസ്റ്റ് ബൈനറി ഡിജിറ്റൽ കമ്പ്യൂട്ടർ. ലോകത്താദ്യമായിട്ട് ഇറക്കിയ ബൈനറി ഡിജിറ്റൽ കമ്പ്യൂട്ടറാണ് Z1. അടുത്ത കാറ്റഗറിയാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. ദിസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡിസറബിൾ ഫീച്ചർ ഓഫ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ. അനലോഗ് കമ്പ്യൂട്ടറിന്റെയും ഡിജിറ്റൽ കമ്പ്യൂട്ടറിന്റെയും സവിശേഷതകൾ കോർത്തിണക്കിയുള്ള കമ്പ്യൂട്ടേഴ്സ് ആണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സ്. മെഷീൻസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ ലൈക്ക് ECG ആൻഡ് ഡയാലിസിസ് ആർ ദ കോമൺലി യൂസ്ഡ് ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. ഹോസ്പിറ്റലിലും മറ്റു ഉപയോഗിക്കുന്ന ഡയാലിസിസ് മെഷീനിലും ECGയിലും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് ഏതിന്റെ ടെക്നോളജിയാണ്? ഹൈബ്രിഡ് കമ്പ്യൂട്ടേഴ്സിന്റെയാണ്. അപ്പൊ സിഗ്നൽസിന്റെ അടിസ്ഥാനത്തിൽ ഇത്രയും ക്ലാസിഫിക്കേഷൻ ആണ് അനലോഗ് കമ്പ്യൂട്ടർ, ഡിജിറ്റൽ കമ്പ്യൂട്ടർ, ഹൈബ്രിഡ് കമ്പ്യൂട്ടർ. അടുത്തത് ബേസ്ഡ് ഓൺ സൈസ് ആൻഡ് കപ്പാസിറ്റി. സൈസിന്റെയും കപ്പാസിറ്റിയുടെയും അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടറിൽ ഉണ്ടാകുന്ന ക്ലാസിഫിക്കേഷൻ ആണ് ഫസ്റ്റ് വൺ മൈക്രോ കമ്പ്യൂട്ടർ. യൂസസ് മൈക്രോ പ്രോസസർ. മൈക്രോ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്? മൈക്രോ പ്രോസസർ ആണ്, അല്ലെങ്കിൽ സിംഗിൾ ചിപ്പ് CPU ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പോർട്ടബിൾ മൈക്രോ കമ്പ്യൂട്ടർ, അതായത് കൊണ്ടു നടക്കാൻ പറ്റുന്ന ആദ്യത്തെ മൈക്രോ കമ്പ്യൂട്ടറാണ് ഓസ്ബോൺ ഫസ്റ്റ്. ഏതാണ്? ഓസ്ബോൺ ഫസ്റ്റ്. ഡെസ്ക്ടോപ്പ് ആൻഡ് ടാബ്ലറ്റ് PC ആർ ഓൾസോ നോൺ ആസ്. ഡെസ്ക്ടോപ്പിനെയും ടാബ്ലറ്റ് പേഴ്സണൽ കമ്പ്യൂട്ടറിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോ കമ്പ്യൂട്ടർ. അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. ദേ ആർ കേപ്പബിൾ ഓഫ് പ്രോസസിംഗ് ഡേറ്റ അറ്റ് വെരി ഹൈ സ്പീഡ്. നമ്മൾ കൊടുക്കുന്ന ഡേറ്റ വളരെയധികം സ്പീഡിൽ പ്രോസസ് ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടേഴ്സ് ആണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. ദേ ആർ യൂസ്ഡ് ഇൻ ബാങ്ക്സ്, എയർലൈൻസ് ആൻഡ് റെയിൽവേ റിസർവേഷൻ സിസ്റ്റം. റെയിൽവേ റിസർവേഷൻ സിസ്റ്റത്തിലും ബാങ്കിലും എയർലൈൻസിലും ഒക്കെ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഴ്സ് ഏതാണ്? മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ആണ്. അടുത്തതാണ് മിനി കമ്പ്യൂട്ടേഴ്സ്. ദേ ആർ ലോവർ ടു മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ഇൻ ടേംസ് ഓഫ് സ്പീഡ് ആൻഡ് സ്റ്റോറേജ് കപ്പാസിറ്റി. അതായത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിനെക്കാട്ടിലും സ്പീഡും സ്റ്റോറേജ് കപ്പാസിറ്റിയും ഒക്കെ കുറവുള്ള കമ്പ്യൂട്ടേഴ്സ് ആണ് മിനി കമ്പ്യൂട്ടേഴ്സ്. അടുത്തതാണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് പ്രോസസ് ബില്യൺസ് ഓഫ് ഇൻസ്ട്രക്ഷൻ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ തന്നെ ബില്യൺസ് ഓഫ് ഇൻസ്ട്രക്ഷൻ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടേഴ്സ് ആണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്.
They are used in stock analysis, special efforts for movies, weather forecasting, etc. കാലാവസ്ഥാ നിർണയത്തിന് അതുപോലെ മൂവീസിലൊക്കെ സിനിമകളിലൊക്കെ പ്രത്യേകിച്ചുള്ള എഫക്റ്റ് വരുത്താൻ വേണ്ടി സ്റ്റോക്ക് അനാലിസിസിന് വേണ്ടി ഒക്കെ യൂസ് ചെയ്യുന്നത് ഏതാണ്? സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. ഫാസ്റ്റസ്റ്റ്, ബിഗ്ഗസ്റ്റ് ആൻഡ് മോസ്റ്റ് എക്സ്പെൻസീവ് കമ്പ്യൂട്ടർ. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം ഫാസ്റ്റസ്റ്റ്, ബിഗ്ഗസ്റ്റ് ആൻഡ് മോസ്റ്റ് എക്സ്പെൻസീവ് കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. സൂപ്പർ കമ്പ്യൂട്ടർ വാസ് ഇൻവെന്റഡ് ബൈ. സൂപ്പർ കമ്പ്യൂട്ടർ ആരാണ് കണ്ടുപിടിച്ചത്? സിമൂർ ക്രേ. ആരാണ്? സിമൂർ ക്രേ. സൂപ്പറും സിമൂറും ഒന്ന് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർ ഉച്ചരിക്കുന്നത് സൈമൂർ ക്രേ എന്നായിരിക്കും. എന്തായാലും കൊള്ളാം. സൂപ്പർ കമ്പ്യൂട്ടർ ആരാണ്? സിമൂർ ക്രേ. ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ആണ് CDC 6600. CDC 6600 എന്താണ്? ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിജയ് പി ഫട്കർ ആണ്. ആരാണ്? വിജയ് പി ഫട്കർ. ഇന്ത്യാസ് ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് പരം 8000. പരം 8000. പരം 8000 വാസ് ഡെവലപ്ഡ് ബൈ സീഡാക്. സീഡാക് ആണ് പരം 8000 ഡെവലപ്പ് ചെയ്തത്. ഇന്ത്യാസ് ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ. ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ അല്ലെങ്കിൽ ഡേറ്റ പ്രോസസ്സിംഗ് ഏറ്റവും കഴിവ് കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് പ്രത്യുഷ്. ഇനിയും അടുത്തതാണ് സ്ട്രക്ചർ ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ സ്ട്രക്ചറിനെ പറ്റിയാണ് പഠിക്കുന്നത്. 3 മെയിൻ കമ്പോണന്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അഥവാ CPU. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഇൻപുട്ട് ഡിവൈസ്. ഇൻപുട്ട് ഡിവൈസ് ഈസ് യൂസ്ഡ് ഫോർ പ്രൊവൈഡിംഗ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ടു ദ കമ്പ്യൂട്ടർ. നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഡിവൈസുകളെയാണ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. ഫോളോയിങ് ആർ ദ എക്സാമ്പിൾ ഓഫ് വേരിയസ് ഇൻപുട്ട് ഡിവൈസ്. താഴെ പറയുന്നവയാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ഇൻപുട്ട് ഡിവൈസ്. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കുറേയധികം ഇത് തന്നിട്ട് ചോദിക്കും ഇതിനകത്ത് ഇൻപുട്ട് ഡിവൈസ് ഏതാണ്, ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് ഉൾപ്പെടാത്തത് ഏതാണ്. ഫസ്റ്റ് ആണ് കീബോർഡ്. ദ പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? കീബോർഡാണ്. എ സ്റ്റാൻഡേർഡ് കീബോർഡ് ഹാസ്. ഒരു സ്റ്റാൻഡേർഡ് കീബോർഡിൽ എത്ര കീസ് ഉണ്ട്? 104 കീസ് ആണ്. എത്രയാണ്? 104 കീകളുണ്ട് ഒരു സ്റ്റാൻഡേർഡ് കീബോർഡിൽ. നമ്പർ ഓഫ് ഫങ്ഷണൽ കീസ് ഇൻ എ കീബോർഡ്. ഒരു കീബോർഡിലുള്ള ഫങ്ഷണൽ കീസിന്റെ എണ്ണം എത്രയാണ്? 12 ആണ്. എത്രയാണ്? 12. ലാർജസ്റ്റ് കീ ഇൻ എ കീബോർഡ്. ഒരു കീബോർഡിലെ ഏറ്റവും വലിയ കീ ഏതാണ്? സ്പേസ് ബാർ. അടുത്തത് കൺട്രോൾ ആൻഡ് ഷിഫ്റ്റ് കീസ് ആർ ഓൾസോ നോൺ ആസ്. കൺട്രോളിനെയും ഷിഫ്റ്റ് കീസിനെയും അറിയപ്പെടുന്ന പേരാണ് മോഡിഫയർ കീസ്. മറന്നുപോകരുത്, മോഡിഫയർ കീസ്. ദ കീ പ്ലേസ്ഡ് അറ്റ് ദ ടോപ്പ് ലെഫ്റ്റ് കോർണർ ഓഫ് ദ കീബോർഡ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതായത് കീബോർഡിന്റെ ടോപ്പ് ലെഫ്റ്റ് കോർണർ ആയിട്ട് കാണപ്പെടുന്ന കീ ഏതാണെന്ന് ചോദിച്ചാൽ എസ്കേപ്പ് കീ ആണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസ് ആണ് മൗസ്. മൗസ് ഈസ് എ പോയിന്റിംഗ് ഡിവൈസ്. മൗസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പോയിന്റിംഗ് ഡിവൈസ് എന്ന് വിളിക്കാം. മൗസ് ഈസ് ഇൻവെന്റഡ് ബൈ. മൗസ് കണ്ടുപിടിച്ചത് ആരാണ്? ഡൗഗ്ലാസ് ഏംഗൽബർട്ട്. ആരാണ്? ഡൗഗ്ലാസ് ഏംഗൽബർട്ട്. സ്പീഡ് ഓഫ് എ മൗസ് ഈസ് റെപ്രസെന്റഡ് ബൈ. മൗസിന്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മിക്കി. സ്പീഡ് ഓഫ് എ മൗസ് ഈസ് റെപ്രസെന്റഡ് ബൈ മിക്കി. മിക്കി മൗസ് ഓർത്തിരുന്നാൽ മതി. ക്ലിക്കിംഗ് ദ ലെഫ്റ്റ് മൗസ് ബട്ടൺ ട്വൈസ് സൈമുൾട്ടേനിയസ്ലി ഈസ് കോൾഡ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലെഫ്റ്റ് മൗസ് ബട്ടൺ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ അതിന് പറയുന്ന പേരെന്താണ്? ഡബിൾ ക്ലിക്ക്. എ വയർലെസ് മൗസ് വർക്ക്സ് ഓൺ. ഒരു വയർലെസ് മൗസ് വർക്ക് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇൻഫ്രാറെഡ് റേഡിയേഷൻ. മൂവ്മെന്റ് ഓഫ് ആൻ ഒപ്റ്റിക്കൽ മൗസ് ഈസ് ഡിറ്റക്റ്റഡ് യൂസിംഗ്. ഒരു ഒപ്റ്റിക്കൽ മൗസിന്റെ ചലനം എന്തിനെ ബേസ് ചെയ്താണെന്ന് ചോദിച്ചാൽ LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിനെ ആസ്പദമാക്കിയാണ്. പോയിന്റിംഗ് ഡിവൈസ് യൂസ്ഡ് ഇൻ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ. ലാപ്ടോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന പോയിന്റിംഗ് ഡിവൈസ് ഏതാണ്? അതിന് പറയുന്ന പേരാണ് ടച്ച് പാഡ്. എ ടച്ച് പാഡ് റെസ്പോൺസ് ടു. ടച്ച് പാഡ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? പ്രഷർ. ടച്ച് മെത്തേഡ് വാസ് ഡെവലപ്ഡ് ബൈ.
ടച്ച് മെത്തേഡ് ആരാണ് ഡെവലപ്പ് ചെയ്തത്? ഫ്രാങ്ക് എം ഗുറിൻ. ആരാണ്? ഫ്രാങ്ക് എം ഗുറിൻ. അടുത്ത ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ലൈറ്റ് പെൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെലക്ട് ഒബ്ജക്റ്റ് ഓൺ എ ഡിസ്പ്ലേ സ്ക്രീൻ യൂസിംഗ് ലൈറ്റ്. ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള എന്താണ് ഒബ്ജക്റ്റുകളെ സെലക്ട് ചെയ്യുകയും ഡിസ്പ്ലേ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ് ലൈറ്റ് പെൻ. അടുത്തതാണ് സ്കാനർ. ഒരുപാട് പേർക്ക് തെറ്റിയിട്ടുള്ള ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് സ്കാനർ. നമ്മൾ സ്കാനർ ഈസ് എന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഔട്ട്പുട്ട് ഡിവൈസ് ആണ് എഴുതുന്നത്. പക്ഷേ സ്കാനർ എന്താണ്? ഇൻപുട്ട് ഡിവൈസ് ആണ്. സ്കാനർ ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ദ ഡേറ്റ ആൻഡ് ഇമേജ് ഓൺ പേപ്പർ ഇൻ ടു ദ ഡിജിറ്റൽ ഫോം. പേപ്പറിലുള്ള എന്താണ് ഇമേജിനെ അല്ലെങ്കിൽ ഡേറ്റയെ ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് സ്കാനർ. അടുത്തതാണ് ട്രാക്ക് ബോൾ. ട്രാക്ക് ബോൾ ഈസ് എ പോയിന്റിംഗ് ഡിവൈസ്. ട്രാക്ക് ബോൾ എന്ന് പറയുന്നത് ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. ഇറ്റ് ഈസ് എ സ്റ്റേഷനറി, സോ ഇറ്റ് ഡസ് നോട്ട് റിക്വയർ മച്ച് സ്പേസ്. ഇതിനൊരു ഒരുപാട് സ്ഥലമൊന്നും വേണ്ട, ഒരു എന്താണ് സ്ഥിരമായിട്ടുള്ള ഇതാണ് ട്രാക്ക് ബോൾ. അടുത്തതാണ് ജോയ്സ്റ്റിക്ക്. ജോയ്സ്റ്റിക്ക് ഈസ് എ ഗ്രാഫിക്കൽ പോയിന്റിംഗ് ഡിവൈസ്. ഒരു ഗ്രാഫിക്കൽ പോയിന്റിംഗ് ഡിവൈസ് ആണ് ജോയ്സ്റ്റിക്ക്. ദേ ആർ പ്രൈമർലി യൂസ്ഡ് വിത്ത് വീഡിയോ ഗെയിംസ്. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. വീഡിയോ ഗെയിംസിൽ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ് ജോയ്സ്റ്റിക്ക്. കൺട്രോളിംഗ് റോബോട്ട്, അൾട്രാസൗണ്ട് സ്കാനർ ഇൻ മെഡിക്കൽ ഫീൽഡ് എക്സെട്ര. ഇതിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ഏതാണ്? ജോയ്സ്റ്റിക്ക് ആണ്. അടുത്തതാണ് മൈക്രോഫോൺ. എ മൈക്ക് കൺവേർട്ട് റിസീവ്ഡ് സൗണ്ട് ഇൻ ടു ഡിജിറ്റൽ സൗണ്ട്. സ്വീകരിക്കുന്ന സൗണ്ടിനെ ഡിജിറ്റൽ സൗണ്ടിലേക്ക് മാറ്റുന്ന ഒന്നാണ് മൈക്രോഫോൺ. അടുത്തതാണ് OCR, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ. ഇറ്റ് കൺവേർട്ട് പ്രിന്റഡ്, ടൈപ്ഡ് ഓർ ഹാൻഡ് റിട്ടൺ ഡോക്യുമെന്റ് ഇൻ ടു ടെക്സ്റ്റ് ഫോർമാറ്റ്. പ്രിന്റ് ചെയ്തിരിക്കുന്നതോ ടൈപ്പ് ചെയ്തിരിക്കുന്നതോ അല്ലെങ്കിൽ സ്വന്തം കൈയക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന ഡോക്യുമെന്റിനെ ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് മാറ്റുന്ന ഒന്നാണ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ. വെൻ എ ക്യാരക്ടർ ഈസ് റെക്കഗ്നൈസ്ഡ്, OCR കൺവേർട്ട് ഇറ്റ്സ് ടു കറസ്പോണ്ടിങ് ASCII വാല്യൂ. അപ്പൊ ASCII വാല്യൂവിലേക്ക് എന്താണ് ഇതിനെ കൺവേർട്ട് ചെയ്യുന്ന ഒന്നാണ് OCR. അടുത്തതാണ് OMR. നമ്മൾ എക്സാമിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന OMR ഷീറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ. അടുത്തതാണ് BCR, ബാർകോഡ് റീഡർ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റീഡ് ബാർകോഡ്. പല സാധനങ്ങളും എന്താണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന സമയത്തെ അവരെ ബാർകോഡ് ഒന്ന് അടിച്ചു കൊടുക്കത്തേ ഉള്ളൂ. അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അതിനകത്ത് വരും. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റീഡ് ബാർകോഡ്. കോഡ് കൺസിസ്റ്റിംഗ് ഓഫ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ലൈൻസ് ഈസ് കോൾഡ് ബാർകോഡ്. അപ്പൊ ഒരു ലൈറ്റ് ആയിട്ടും ഡാർക്ക് ആയിട്ടുമുള്ള ലൈൻസ് ആണ് ബാർകോഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ യൂസ്ഡ് ഇൻ ബാർകോഡ്. ബാർകോഡിൽ യൂസ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ്? WASP, WASP. അതുപോലെ ബാർകോഡ് പ്രോ. അടുത്തതാണ് ഫാദർ ഓഫ് ബാർകോഡ് റീഡർ. ബാർകോഡ് റീഡറിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരാണ്? നോർമൻ ജോസഫ് വുഡ്ലാൻഡ്. ആരാണ്? നോർമൻ ജോസഫ് വുഡ്ലാൻഡ്. അടുത്തതാണ് MICR, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ ഓർ റെക്കഗ്നൈസർ. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ഫുൾ ഫോം ആണ്. അപ്പോൾ ഇവിടെ റെക്കഗ്നൈസർ എന്ന് എഴുതാൻ ശ്രമിക്കുക. മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നൈസർ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ബാങ്ക്സ് ഫോർ പ്രോസസിംഗ് ചെക്ക്. ചെക്കിന്റെ പ്രോസസിംഗുമായിട്ട് ബന്ധപ്പെട്ട് ബാങ്കിൽ ഉപയോഗിക്കുന്നതാണ് MICR. ഇറ്റ് ഈസ് യൂസ് എ സ്പെഷ്യൽ ഇങ്ക് വിച്ച് കണ്ടെയ്ൻ അയൺ ഓക്സൈഡ്. അയൺ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള സ്പെഷ്യൽ ഇങ്ക് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. MICR ക്യാരക്ടർ ക്യാൻ ബി റീഡ് ഈവൻ ഇഫ് ദേ ആർ കൺവേർട്ടഡ് വിത്ത് കവേർഡ് വിത്ത് മാർക്കിംഗ്സ്. MICR ക്യാരക്ടേഴ്സ് ക്യാൻ ബി റീഡ് ഈവൻ ഇഫ് ദേ ആർ കവേർഡ് വിത്ത് മാർക്കിംഗ്സ്. അതായത് ആ MICRനകത്ത് ഓരോ ബാങ്കിന്റെയും കോഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലൈൻ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ബാങ്കിന്റെ ബ്രാഞ്ചിനെ റെപ്രസെന്റ് ചെയ്യുന്നതുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് MICR വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നവംബർ 13-നും 6-നും പരീക്ഷ നടക്കുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചു പഠിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ IT ആൻഡ് സൈബർ ലോയുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. ഇത്രയും നേരം ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കിയ എന്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.